എനിക്കിപ്പോ അതിന് ആൻസർ പറയാൻ പറ്റില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഒരു ഫ്ലേട്ടിംഗ് ലൈക്ക് ജസ്റ്റ് ഒരു ബോഡി ഫിഗർ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ തോന്നുന്നതല്ലേ. സിംഗിൾ ആണെങ്കിൽ കുഴപ്പമില്ല. ചേട്ടാ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നും ചെയ്യുന്നില്ല എന്നും പറയുന്നില്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യം. നിങ്ങളുടെ പേഴ്സണൽ താല്പര്യം എന്താണ്? ഒരാളുടെ ഓപ്ഷൻ ആയിട്ട് അയാളുടെ ജീവിതത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഇഫ് ഐ ആം ദയർ, അയാളുടെ ഒരേ ഒരു ചോയ്സ് ആൻഡ് ഓപ്ഷൻ ഷുഡ് ബി മീ. നാളെ ഒരു സമയത്ത് നിങ്ങളുടെ പാർട്ണർ ഇതുപോലെ പറയാണ് എനിക്കൊരു മൾട്ടിപ്പിൾ പാർട്ണർ റിലേഷൻഷിപ്പിനോട് താല്പര്യമുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ? കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ട്രിവാൻഡ്രം ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് മൾട്ടിപ്പിൾ പാർട്ട്ണർ റിലേഷൻഷിപ്പ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെയുള്ള ആൾക്കാരോട് ഓടി നടന്നൊന്ന് ചോദിച്ചു നോക്കാം അവർക്ക് മൾട്ടിപ്പിൾ പാർട്ട്ണർ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്നുള്ളത്. മൾട്ടിപ്പിൾ പാർട്ട്ണർ റിലേഷൻഷിപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഒരാൾ നേരം കിട്ടുന്നില്ല, ഇവിടെ ഒരാൾക്ക് തന്നെ സമയം കണ്ടെത്താൻ പറ്റില്ല. അപ്പോഴും മൾട്ടിപ്പിൾ ഇല്ല, താല്പര്യമില്ല. ബാക്കിയുള്ളവർ ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമില്ല, പേഴ്സണലി എനിക്കത് താല്പര്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. എനിക്കില്ല. ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. ഇല്ല. മൾട്ടിപ്പിൾ പാർട്ട്ണർ അത് വ്യക്തികളനുസരിച്ചിട്ടാണ്. ചിലർക്ക് ഓക്കെ ആയിരിക്കും, രണ്ടുപേർക്കും ഓക്കെയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാം. ചേട്ടാ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നും ചെയ്യുന്നില്ല എന്നും പറയുന്നില്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യം. നിങ്ങളുടെ പേഴ്സണൽ താല്പര്യം എന്താണ്? എന്റെ പേഴ്സണൽ ആണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെ മറ്റൊരാളടുത്ത് പോയി നീ സപ്പോർട്ട് ചെയ്യരുതെന്ന് പറയുന്നു. റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ലാണ്ട് ഓക്കെ റിലേഷൻഷിപ്പ് അല്ല, വേറെ കാര്യങ്ങളൊക്കെയാണ് സിറ്റുവേഷൻഷിപ്പോ. സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ്സും വെക്കാണ്ട് ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടാണ്ട് സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ണർ റിലേഷൻഷിപ്പിനോട് പോകുന്നതിനോട് നിങ്ങൾക്ക് വിരോധമില്ല. സിംഗിൾ ആണെങ്കിൽ കുഴപ്പമില്ല, ലൈക്ക് കമ്മിറ്റഡ് ആണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യും. റിലേഷൻഷിപ്പിൽ കയറി കഴിഞ്ഞിട്ട് അതിനിടയിൽ വേറെ പരിപാടിക്ക് പോകുന്നത് എനിക്ക് താല്പര്യമുള്ള കേസല്ല. ഇല്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തത്? റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് പ്യുവർ ആയിട്ടുള്ള ഒരു സാധനമല്ല. എൻ്റെ ആസ്പെക്റ്റിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ലൈക്ക് ഒരാളായിട്ട് ഒരു സ്പെഷ്യൽ സംഭവം അയാളുമായിട്ട് ഷെയർ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. That's not a relationship. Multiple partner, that's kind of affair. It's another kind of relationship. അങ്ങനെ പറയാം, അതും ഒരു റിലേഷൻഷിപ്പ് ആണല്ലോ. Relation like friendship like okay, but a relationship love kind of that's for one person. Okay. അത് ഒരുപാട് കേട്ടില്ലാത്തോണ്ടായിരിക്കാം, ഞാൻ ഇപ്പോഴാണ് അതിനെപ്പറ്റി അറിഞ്ഞു വരുന്നത്. അതുകൊണ്ടായിരിക്കാം, അത് നോർമലൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടായിരിക്കണം. എനിക്ക് സിംഗിൾ പാർട്ട്ണറാണ് എനിക്ക് താല്പര്യം. മൾട്ടിപ്പിൾ പാർട്ട്ണറിലോട്ട് പോകുന്നതിൽ എനിക്കൊരു വിരോധമില്ല, പക്ഷേ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇത് വേണ്ട. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇയാളോട് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് തോന്നുന്നുണ്ട് എന്നുള്ളത് ഒരാളോട് പറയാതെ ചെയ്യുന്നത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അതുകൊണ്ട് സപ്പോർട്ട് എനിക്കത് റോങ് ആണ്, പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണം. എന്തുകൊണ്ടാണ് റോങ് ആയത്? അതാണ് ഞാൻ ചോദിച്ചത്, അതിന്റെ റീസൺ. അല്ല, കല്യാണം കഴിഞ്ഞില്ലെങ്കിലും പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. എനിക്ക് അങ്ങനെ ആ ഒരു വേ താല്പര്യമില്ല, അതുകൊണ്ട് മാത്രം. മൾട്ടിപ്പിൾ പാർട്ണർ ഇപ്പോൾ ഒരു എന്താ നമ്മളിപ്പോൾ ഒരാളോട് മാത്രം ഇഷ്ടം തോന്നുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലോ. അത് ചിലർ അത് അവരുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരാളെ മാത്രം ഇഷ്ടപ്പെടുന്നത്. അത് ഇപ്പോഴത്തെ മറ്റേ സൊസൈറ്റിയിൽ അക്സെപ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരെ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ലവ് ഈസ് സംതിങ് റിയൽ അല്ലേ, അപ്പൊ അതിനെന്തിനാ വെറുതെ കുറെ ആൾക്കാർ ഫ്ലേട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ലവ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊക്കെ ഒരാൾക്കല്ലേ. പക്ഷേ ഹ്യൂമൻ ബീങ്ങിന് ഒരു ബേസിക് നേച്ചർ ഉണ്ട്, പോളിഗാമസ് ആണ്. അതായത് ഒന്നിൽ കൂടുതൽ പാർട്ട്ണറിനോട് താല്പര്യമുള്ള ഒരു മെന്റാലിറ്റിയാണ് ഹ്യൂമൻ ബീങ്ങിനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എന്താ പറയുക, ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സംഭവം അല്ലല്ലോ. അല്ല, എന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ലവ് നമുക്ക് ഒരാളോട് അറ്റ് എ ടൈം വൺസ് നമുക്ക് റിയൽ ആയി തോന്നുള്ളൂ. ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലേട്ടിംഗ് ലൈക്ക് ജസ്റ്റ് ഒരു ബോഡി ഫിഗർ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ തോന്നുന്നതല്ലേ. നമുക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കും ആ സെയിം തന്നെ പറയാനുള്ളത്. ഒരാളുടെ തോന്നുള്ളൂ, അല്ലാണ്ട് ആ സെയിം ഫീലിങ്സ് തന്നെ മറ്റൊരാളോട് തോന്നാതെ ലവ് അല്ല, അത് വേറെ എന്തോ ആയിരിക്കും. ഇപ്പോഴത്തെ ആൾക്കാർ കുറച്ചും കൂടെ ഭയങ്കര ഓപ്പൺ ആണ്. ഇപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ ലൈക്ക് ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് മടുക്കും എന്നുള്ള സെൻസിലല്ല ഞാൻ പറയുന്നത്, കുറച്ച് ബോറടി തുടങ്ങും. അപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ബ്രേക്കപ്പ് ആവാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ പരസ്പര സമ്മതത്തോടു കൂടി ആവുന്നതിൽ കുഴപ്പമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അവിടെ പ്രസക്തി ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? കമ്മിറ്റ്മെന്റിനേക്കാൾ ഉപരി അതിനകത്ത് എനിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നുള്ളതാണ്. ലൈക്ക് ഇപ്പോൾ എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് ഞാൻ 5 years ആയിട്ട് ബ്രേക്കപ്പ് ആയി, പക്ഷെ ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കാറുണ്ട്, ഞങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് എന്നും പറഞ്ഞ് എനിക്ക് നാളെ ഇനി ഒരു പാർട്ട്ണർ വരായിക അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ദാറ്റ് ഹാപ്പൻസ്. പക്ഷേ
അത് സംസാരിക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുന്ന ആൾക്കാരായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ വാളെടുത്ത് വെട്ടും പെട്രോൾ വെച്ച് കൊല്ലും. നമ്മൾ കണ്ടീഷൻഡ് ആയിട്ടാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് മൾട്ടിപ്പിൾ പാർട്ട്ണർ, എനിക്ക് വേറെ പാർട്ട്ണർ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാർട്ട്ണർക്ക് ഓക്കെ ആവില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അവർക്ക് പ്രശ്നമില്ലെങ്കിൽ വേറെ കുഴപ്പമില്ല. നമ്മളിപ്പം ഒരാളെ ലവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിലേഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഉള്ളറിഞ്ഞിട്ട്, അതായത് അത്രയും സിൻസിയർ ആയിട്ടായിരിക്കും നോക്കുക. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് നടക്കുന്നത് കൂടുതലായിട്ട്. ഓക്കെ, നമ്മുടെ കാഴ്ചപ്പാടാകണം മറ്റുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാട്, അങ്ങനെ ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. നാളെ ഒരു സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർ ഇതുപോലെ പറയാണ് എനിക്കൊരു മൾട്ടിപ്പിൾ പാർട്ട്ണർ റിലേഷൻഷിപ്പിനോട് താല്പര്യമുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എങ്ങനെ റിയാക്ട് ചെയ്യും? കംപ്ലീറ്റ്ലി അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒത്തുപോവോ ഇല്ലയോ എന്നുള്ള ഒരു ട്രയൽ പോലും നടത്താണ്ട് ഡിവോഴ്സിലോട്ട് ഇല്ല, എനിക്ക് ട്രയലിനോട് താല്പര്യമില്ല. നേരെ കാര്യങ്ങൾ നേരെ ഡീലിങ്സാ. കംപ്ലീറ്റ് നേരെ ഡിവോഴ്സ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും പറഞ്ഞാൽ ലൈക്ക് ആദ്യമൊക്കെ ഹാർഡായിരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ. പക്ഷെ ലൈക്ക് അങ്ങനത്തെ ഒരു റിലേഷൻ വെച്ചിട്ട് ഒരിക്കലും പിന്നെ ഫ്രണ്ടിലോട്ട് നമ്മൾ ഒരിക്കലും ഹാപ്പി ആയിരിക്കും. അതായത് ആ റിലേഷൻ ബ്രേക്ക് ചെയ്യും. ലൈക്ക് ഓബ്വിയസ്ലി, കാരണം നമുക്ക് താല്പര്യമില്ലായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ മുന്നിലോട്ടുള്ള ഒരു ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. ഒരാൾ മാത്രം ലൈക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരും. അതുകൊണ്ട് ഓബ്വിയസ്ലി അത് എന്താ പറയുക, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വേഴ്സ് ആക്കാതിരിക്കുന്നതിനെ കാട്ടി നമ്മളത് നിർത്തുന്നതാണല്ലോ. ഹി ഈസ് നോട്ട് മൈ മാൻ എനിമോർ. ബിക്കോസ് ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ബി ലൈക്ക് ഒരാളുടെ ഓപ്ഷൻ ആയിട്ട് അയാളുടെ ജീവിതത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഇഫ് ഐ ആം ദയർ, അയാളുടെ ഒരേ ഒരു ചോയ്സ് ആൻഡ് ഓപ്ഷൻ ഷുഡ് ബി മീ. എനിക്ക് ഒരാളുടെ കൂട്ടത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിൽക്കേണ്ട ആവശ്യം. സോ ഐ വിൽ ആസ്ക് ഹിം ടു ഗോ വിത്ത് അതർ ഗേൾ. കല്യാണത്തിന് ശേഷമാണെങ്കിൽ ചിലപ്പോൾ അത് നല്ല രീതിയിലായിരിക്കത്തില്ല. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ അതിന് മുന്നേ പറയണം, ഇന്നതാണ് ഇങ്ങനെയാണ് കേസ് എന്നുള്ള രീതിയിൽ ആദ്യമേ ഒരു ഇത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നാൽ കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയണമെങ്കിൽ പിന്നെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന വരില്ല. അത് തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പുള്ളി പൊക്കോട്ടെ. നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യോ? ബ്രേക്ക് ചെയ്തിട്ട് പുള്ളി പൊക്കോട്ടെ എന്ന് വിചാരിക്കും. പൊക്കോട്ടെ. അല്ലാണ്ട് ആ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് തന്നെ പുള്ളിക്ക് ആ ഒരു അനുവാദം കൊടുക്കത്തില്ല. ഞാൻ അങ്ങനെ വേറൊരാളെ തേടി പോകുന്ന ആളുടെ കൂടെ നിൽക്കേണ്ട ആവശ്യം എന്താ? അയാൾക്ക് വേണ്ടെന്നുള്ളതുകൊണ്ട് അയാൾ പോകുന്നു. പിന്നെ ഞാൻ അയ്യോ ചേട്ടൻ പോകരുത് എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ ഞാൻ ഒഴിവാകും. എനിക്കൊരു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിന് താല്പര്യമില്ല. ബട്ട് അവർക്ക് അങ്ങനെ തോന്നുകയാണ്, അവർക്ക് നമ്മളെ മടുത്തു അല്ലെങ്കിൽ വേറൊരു പാർട്ട്ണർ വേണമെന്ന് ഫ്യൂച്ചറിൽ തോന്നുകയാണെങ്കിൽ അപ്പോൾ ഇന്നോട്ട് കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ആ റിലേഷൻ ഞാൻ പിന്നെ എനിക്ക് ആ റിലേഷൻ വേണ്ടി വരില്ല. മൂപ്പര് പോയിക്കോട്ടെ. മൂപ്പർക്ക് താല്പര്യമില്ലെങ്കിൽ മൂപ്പർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഒരാളെ പെടുന്നതുകൊണ്ടാണല്ലോ പോകുന്നത്. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയും അധികം. നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യോ? ആൾക്ക് എന്നെക്കാൾ കൂടുതൽ മറ്റൊരാളെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ പോയിക്കോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? നിങ്ങൾക്കും ഇതിനകത്തൊരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനാണ് താഴെ കമൻറ്റ് ബോക്സ് വിശാലമായിട്ട് കിടക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കമൻറ്റ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് സിംഗിൾ പാർട്ട്ണറിനോടാണ് താല്പര്യം. ഈവൻ ദോ ഹ്യൂമൻസ് എന്ന് പറയുന്നത് പോളിഗ്യാമസ് ക്യാരക്ടറുള്ള ഒരാളായിക്കോട്ടെ, പക്ഷേ എനിക്ക് സിംഗിൾ പാർട്ട്ണറും മതി. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എപ്പോഴും നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സൈഡിൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതിനാണ്ട് ഇങ്ങനെ ഇടിച്ച് പൊട്ടിക്കണം.